നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? മോനെ അനസേ, ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസി ലൈസ ഫീ ഖൽബിക ഗിശ്ശുൻ ലിഅഹദിൻ, ആരോടും വെറുപ്പില്ലാതെ മോനിക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ, ലിഅഹദിൻ എന്ന് പറഞ്ഞാൽ ആരോടും. അവിടെ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ ഫതുഹുൽ ഇലാഹിൽ കാണാം, മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതിരിക്കട്ടെ ആരോടും വെറുപ്പില്ലാതിരിക്കുക. അങ്ങനെ നിനക്ക് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഫഫ്അൽ, മോൻ അങ്ങനെ ജീവിക്കണം. 10 കൊല്ലത്തെ ഖാദിമിന് നിബിതങ്ങൾ കൊടുക്കാനുള്ള സമ്മാനത. മോൻ ആരെയും വെറുക്കാതെ ജീവിച്ചാൽ അതാണ് മോന്റെ ജീവിത അടിപൊളി. അങ്ങനെ ജീവിച്ചാൽ മോൻ എന്റെ സുന്നത്ത് എടുത്തുള്ള ആളായി, മോൻ എന്റെ സുന്നത്ത് പിൻപറ്റിയ ആളായി. എന്റെ സുന്നത്ത് പിൻപറ്റിയാൽ കാനമായി ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണത്തക്ക വിധത്തിൽ സ്വർഗ സീറ്റ് കിട്ടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓഫർ ചെയ്ത് എന്താണെന്നറിയോ? സലീമായ ഖൽബാവുക, ആരോടും വെറുപ്പില്ലാതെ. എനിക്കെന്താണെന്നറിയില്ല, മൂപ്പര പണ്ടേ പിടിക്കാറില്ല. അതൊന്നും നല്ല നിലപാടല്ല, നല്ല നിലപാടല്ല. ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക. അത് ശത്രുവാവട്ടെ മിത്രുവാവട്ടെ, നിന്റെ സംഘടനക്കാരനാവട്ടെ അല്ലാതിരിക്കട്ടെ, ഒരാളോടും വെറുപ്പില്ലാതിരിക്കുക. ഇതാണ് മുസ്ലിം. ഈ ഇസ്ലാം നമ്മളല്ലാതെ പിന്നെ ആരാ കാണിച്ചു കൊടുക്കേണ്ടത്? ആരാ കാണിച്ചു കൊടുക്കേണ്ടത്? പ്രത്യേകിച്ച് ഈ പുതിയ കാലത്ത് നമ്മൾ ഓരോരുത്തരുമല്ലേ അത് കാണിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? ആരെ കണ്ടാലും സലാം പറയണം എന്ന് പറഞ്ഞ മതം. മോനിക്ക് അല്ലാഹു രക്ഷ തരട്ടെ. നിസ്കാരം അല്ലാഹുവിന്റെ പേര് കൊണ്ട് തുടങ്ങി 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 തീരുമ്പോഴേക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും സലാം പറയുന്ന മതം. ആ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നത് അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം വഇലൈഹി യർജിഉസ്സലാം. ഇത് മുഴുവനും സലാമത്തിന്റെ, രക്ഷയുടെ, സമാധാനത്തിന്റെ മതം എന്നുള്ളത് ചൊല്ലാനുള്ളതല്ലല്ലോ, ജീവിച്ചു കാണിച്ചു കൊടുക്കാനുള്ളതല്ലേ. നമ്മളിൽ നിന്ന് ഒരു ഉപദ്രവവും വാക്കുകൊണ്ട് മാത്രമല്ല, ഒരാളെ കുറിച്ച് തെറ്റിദ്ധരിച്ച് നടന്നാൽ അതും ഗീബത്താണെന്നല്ലേ സഹാബി ഇമാം പറഞ്ഞത്. അയാളെ പണ്ടേ എനിക്ക് പിടിക്കാറില്ല, കാരണം അയാൾ മൊത്തത്തിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാം, അത് അയാളെ കുറിച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതും ഗീബത്താണ്, പറഞ്ഞിട്ടില്ലെങ്കിലും ഗീബത്താണ്. സ്ഥിരമായി ഒരാളെ കുറിച്ച് മോശം വിചാരവുമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതും ഗീബത്താണെന്നല്ലേ ഇമാം സഖാവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്.